ഗൾഫുകാരായ പ്രവാസികൾക്കെല്ലാം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇനി മേലിൽ ഇറാൻ യാതൊരു കാരണവശാലും അങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. എന്തായാലും ശരി, നല്ലതായിട്ട് മനുഷ്യന്മാർക്ക്, അതായത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ആദ്യം ആക്രമിക്കുന്ന ആരെയാണ്? കൊച്ചു കുട്ടികളാണ്. കൊച്ചു കുട്ടികളാണ്. 100-ൽ പരം കുട്ടികളെ അവർ കൊന്നുകൂട്ടി. ഒരു വിദ്യാലയത്തിലാണ് അവർ ബോംബിട്ടത്. അപ്പോൾ അങ്ങനെ കൊന്നുകൂട്ടിയതിനു ശേഷം പിന്നെ അല്ലാതുള്ള ആക്രമണങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. ഏത് ചെറ്റത്തരവും എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന തെമ്മാടി രാഷ്ട്രങ്ങളാണ് ഈ അമേരിക്കൻ യഹൂദന്മാരും എന്ന് പറയുന്നത്. അവരെ വിശ്വസിക്കാൻ പാടില്ല. അവരെ വിശ്വസിക്കാനേ പാടില്ല. യാതൊരു കാരണവശാലും വിശ്വസിക്കരുത്. ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം അതിനെപ്പറ്റി ചിന്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയവരേ അല്ല. കാരണം അവരുടെ താല്പര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാം ഈ എയർബേസ് ആയിരുന്നാലും നേവൽ ബേസ് ആയിരുന്നാലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമൊന്നോ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരെ സഹായിക്കുമെന്ന്. കാരണം ആരും സഹായിക്കില്ല. നമ്മൾ ഗൾഫ് മുസ്ലിം രാഷ്ട്രങ്ങളാ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെയൊന്നും ഈ 100% 100% സഹായിച്ചതായിട്ട് ചരിത്രമില്ല ഇതുവരെ. അവര് കാട്ടിക്കൂട്ടും, അതും ഇതും ഇങ്ങനെ കാട്ടിക്കൂട്ട് അവരെ ദുരിതത്തിലാഴ്ത്തി അവർ പിന്മാറുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, എല്ലാവരും പടച്ചവനിൽ, അതായത് വിശ്വാസം അർപ്പിക്കുക. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നമ്മൾ പിന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദീനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു ആപത്തും നമുക്ക് വരില്ല. അങ്ങനെ വരുന്ന ആപത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടാനുള്ള നമുക്ക് മനസ്സാധ്യവും മനസ്സാന്നിധ്യവും മനഃശക്തിയും മാനസികമായ നമുക്ക് ഉള്ള ഒരു ധൈര്യവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പാശ്ചാത്യ ശക്തികളോ അമേരിക്കയോ ഈ യഹൂദന്മാരോ ഒന്നും നമുക്ക് പറ്റിയവരല്ല. അവരെന്ന് പറയുന്നത് നമ്മളെ വഞ്ചിക്കും, ചതിക്കും, നമ്മളെ ആപത്തിൽ പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഈ അവരോട് നമ്മൾ സ്നേഹം കാണിച്ചിട്ടോ അവരിൽ നമ്മൾ വിശ്വസിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര കൂടുതലായിട്ട് ദീനുമായിട്ട് ബന്ധപ്പെട്ട് ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വരികയില്ല എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായവും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്നും ദീനിനെ മുറുകെ പിടിച്ച് ദീനിയായ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യർക്ക് നന്മ ചെയ്ത് ഈ ലോകത്ത് നല്ലതുപോലെ ജീവിക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.